ബിഗ് ബോസ് മലയാളം സീസൺ 6 വിന്നറായിട്ടുള്ള ജിൻഡോ ഒരു മോഷണ കേസിൽ പ്രതിയായെന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ കുറെ ക്യാമറ ക്ലിപ്സും കുറെ വീഡിയോ ക്ലിപ്സും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടായിരുന്നു. പിന്നെ ഇതൊക്കെ ന്യൂസിലും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ സീക്രട്ട് ഏജന്റ് ഒക്കെ ഇതിനെ ബന്ധപ്പെട്ടുകൊണ്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ന്യൂസ് ഇങ്ങനെ കണ്ടതിൽ പിന്നെ ഒരുപാട് പേര് എനിക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് തന്നുണ്ട്. ഈ കേസിന് എന്താണ് ജിൻഡോ നിന്നെ വിളിച്ചോ, ജിൻഡോന് എന്താണ് ഈ കേസിന് പറയാനായിട്ടുള്ളത്, ജിൻഡോ നിന്നെ വിളിച്ചായിരുന്നു എന്നൊക്കെ ചോദിച്ചുകൊണ്ട്. അതുപോലെ തന്നെ ബിഗ് ബോസ് ബന്ധപ്പെട്ട് ഞാനുള്ള എല്ലാ ഗ്രൂപ്പുകളിലും എന്നെ ടാഗ് ചെയ്തുകൊണ്ട് ജിൻഡോ നിന്നെ വിളിച്ചില്ലേ, അങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ. ഞാൻ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ വരാനായിട്ടുള്ള ഒരു കാരണം നമ്മുടെ നമ്മുടെ സായി കൃഷ്ണ, നമ്മുടെ സീക്രട്ട് ഏജന്റും ഈ പറഞ്ഞ സിജോയും ജിൻഡോയും ഒക്കെ തമ്മിലൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു. കാരണം നിങ്ങളെല്ലാവരും കണ്ടു കാണും ആ ഒരു ഇഷ്യൂ. അപ്പൊ ഇതിനെ ബന്ധപ്പെട്ടുകൊണ്ട് ജിൻഡോ ഒരു ഇന്റർവ്യൂവിലും അതുപോലെ തന്നെ ഒരു ഇന്റർവ്യൂവും ജിൻഡോന്റെ ഭാഗത്തു നിന്ന് വരാത്ത സാഹചര്യത്തിലാണ് എൻ്റെ ചാനലിൽ ജിൻഡോന്റെ ഒരു കോൾ റെക്കോർഡ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. അതിൽ പിന്നെയാണ് ഈ പറയുന്ന ജിൻഡോന്റെ PR ആണ് ഞാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വന്നപ്പോൾ ഞാൻ ഈ പറയുന്ന നമ്മുടെ സീക്രട്ട് ഏജന്റ് സായി ചേട്ടൻ, സിജോ ചേട്ടൻ അവരെയൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയാണ് കാര്യം, ജിൻഡോ ചേട്ടൻ എന്നെ ഇങ്ങോട്ട് വിളിച്ചതായിരുന്നു എന്നുള്ള രീതിയിൽ അതൊക്കെ ഞാൻ പറയുകയും അവരവരുടെ വീഡിയോയിൽ അതൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ജിൻഡോ എന്ത് ചെയ്ത് കഴിഞ്ഞാലും അപ്പൊ തന്നെ ചോദ്യം വരുന്ന എനിക്കാണ്. എനിക്ക് പേഴ്സണലി ഈ കാര്യം ഇൻസ്റ്റയിലും വാട്സപ്പിലൊക്കെ ഷെയർ ചെയ്ത് തന്നിട്ട് ഇത് എന്താണ് ജിൻഡോ നിന്നെ വിളിച്ചോ എന്നൊക്കെ ചോദിക്കും. അപ്പൊ അത് പോട്ടെ. അപ്പൊ എന്തൊക്കെയാണെങ്കിലും ഈ ഒരു മോഷണ കേസിൽ ജിൻഡോ പ്രതിയായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഞാൻ അറിഞ്ഞത് വെച്ചിട്ടും പിന്നെ ഈ പറഞ്ഞ ന്യൂസിലും കാര്യങ്ങളിലൊക്കെ ഈ ഒരു വീഡിയോ നല്ല രീതിയിൽ സ്പ്രെഡ് ആവുന്നുണ്ട്. അപ്പൊ ഇതിനകത്ത് ഞാൻ അറിഞ്ഞത് വെച്ചിട്ട് ജിൻഡോ സ്വന്തം ജിമ്മിൽ തന്നെ കയറിയിട്ടാണ് എന്താണ് ഈ പറയുന്നൊരു മോഷണം ചെയ്തിരിക്കുന്നത്. കാരണം ജിൻഡോ ബോഡി ക്രാഫ്റ്റ് എന്ന് പറയുന്ന ജിൻഡോന്റെ സ്വന്തം ജിമ്മിൽ കയറിയിട്ട് ആ ഒരു ജിമ്മ് പക്ഷേ ജിൻഡോ ലീസിന് കൊടുത്തിരിക്കുകയാണ്. ഏതോ ഒരു സ്ത്രീക്ക് ജിൻഡോ ലീസിന് കൊടുത്തിരിക്കുന്ന ജിമ്മാണ്. ആ ഒരു ജിമ്മിൽ കയറിയിട്ട് എന്തോ ഡോക്യുമെന്റ്സും അതുപോലെ തന്നെ 10,000 രൂപയോ മറ്റോ ജിൻഡോ അവിടെ നിന്ന് മോഷ്ടിച്ചു എന്നുള്ള രീതിയിലാണ് ഇപ്പൊ കേൾക്കാനായിട്ട് സാധിച്ചത്. നമ്മുടെ ന്യൂസ് ചാനലിൽ വന്നൊരു വീഡിയോ ഞാനിവിടെ സൈഡിൽ പ്ലേ ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി ഈ ഒരു വിഷയത്തിൽ ഒരു ക്ലാരിറ്റി വരുമായിരിക്കും. അപ്പൊ ആ ഒരു വീഡിയോ ഞാനിവിടെ പ്ലേ ചെയ്യാം. എവിടെ പോണ് മുട്ടിലിറങ്ങി ജാങ്കോ, നീ അറിഞ്ഞ ഞാൻ പെട്ടു. ബിഗ് ബോസ് താരം ജിൻഡോയ്ക്കെതിരെ മോഷണ കേസിന്റെ വാർത്ത ഇപ്പോൾ വരുന്നു. ജിമ്മിൽ കയറി മോഷണം നടത്തിയെന്നാണ് കേസ്. ക്രിസ്റ്റീന, ഗുഡ് മോർണിംഗ്. വെണ്ണലയിലുള്ള ജിൻഡോസ് ബോഡി ക്രാഫ്റ്റിലാണ് ഈ പരാതി ഉയർന്നിരിക്കുന്നത്. ജിൻഡോയുടെ ഉടമസ്ഥതയിലുള്ള കെട്ടിട സ്ഥാപനമാണെങ്കിൽ പോലും അത് ജിൻഡോ ആലുവ സ്വദേശിക്ക് 1 വർഷത്തേക്ക് ലീസിന് നൽകിയിരിക്കുകയാണ്. ആലുവ സ്വദേശികളാണ് ഇപ്പോൾ അത് നടത്തുന്നത്. നേരത്തെ ഈ ലീസിനെടുത്ത ആളുകളും ജിൻഡോയും തമ്മിൽ ചില കേസുകളൊക്കെ ഉണ്ടായിരുന്നു. ഒരു ലൈംഗിക അതിക്രമ പരാതിയൊക്കെ ഈ പരാതിക്കാരി നേരത്തെ ജിൻഡോക്കെതിരെ നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ ഇന്നലെ പുലർച്ചെ 1 മണിയോടുകൂടിയാണ് ജിൻഡോ ഇവരുടെ ജിമ്മിലേക്ക് കയറി അവിടെ നിന്ന് CCTVയും അതോടൊപ്പം തന്നെ 10,000 രൂപയും ചില രേഖകളും മോഷ്ടിച്ചുകൊണ്ട് പോയി എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഈ ആലുവ നിലവിൽ ജിമ്മ് നടത്തുന്ന ആളുകൾ പാലാരിവട്ടം പോലീസിൽ പരാതി. ഓക്കെ, അപ്പൊ നിങ്ങൾ ആ ഒരു കോൾ റെക്കോർഡ് കേട്ടുവാണെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ ആദ്യമേ പറയാൻ വിട്ടുപോയി, ഞാനിവിടെ ബീച്ചിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ ഒച്ചയും കാര്യങ്ങളൊക്കെ, കാറ്റടിക്കുന്ന ഒച്ചയും കാര്യങ്ങളൊക്കെ ഈ ഒരു വീഡിയോയിൽ കേൾക്കുന്നതായിരിക്കും. മാക്സിമം ഞാൻ നോയ്സ് കളയാനായിട്ട് നോക്കാം. ഇനി എന്തെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ സോറി. അപ്പോൾ ആ ഒരു എന്താണ് ഈ ഒരു കേസ് ബന്ധപ്പെട്ടുകൊണ്ട് ജിൻഡോ സ്വന്തം ജിമ്മിൽ, അതായത് ലീസിന് കൊടുത്തിരിക്കുന്ന ഏകദേശം 1 കൊല്ലത്തോളം ലീസിന് കൊടുത്തിരിക്കുന്ന ജിമ്മിലാണ് ജിൻഡോ കയറിയിട്ട് ഇപ്പൊ ഈ പറയുന്ന ഡോക്യുമെന്റ്സും പറഞ്ഞ ക്യാമറ ഫുട്ടേജും അതുപോലെ ഒരു 10,000 രൂപയും ജിൻഡോ മോഷ്ടിച്ചിരിക്കുന്നത് സ്വന്തം ജിമ്മിൽ തന്നെ കയറിയാണ്. പക്ഷെ ആ ഒരു ജിം ഇപ്പൊ നോക്കുന്നത് ജിൻഡോ അല്ല, അതിപ്പോ ലീസിന് കൊടുത്തിരിക്കുകയാണ് ഏതൊരു സ്ത്രീക്ക്. ആ സ്ത്രീ ഓൾറെഡി ജിൻഡോനെതിരെ ഒരു കംപ്ലൈന്റ് നമ്മുടെ പോലീസ് സ്റ്റേഷനിൽ ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. മറ്റൊന്നുമല്ല, ജിൻഡോ എന്താണ് സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമം അതുപോലെ തന്നെ പീഡന ശ്രമം എന്നുള്ള രീതിയിലൊക്കെ ആ ഒരു സ്ത്രീ ഓൾറെഡി ഒരു കംപ്ലൈന്റ് ഫയൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെയും ഒരു കേസ് ഇതിന്റെ ബാക്കിലുണ്ട്. അപ്പോ ഈ ഉള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ കേട്ട് വരുന്ന സമയത്ത് നമ്മുടെ സിജോയും സായിയൊക്കെ വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. നമ്മുടെ സായി ചേട്ടനും സിജോ ചേട്ടനൊക്കെ പറഞ്ഞതുപോലെ മേ ബി ആ ഒരു എന്താണ് ഈ പറയുന്ന പീഡന കേസിലൊക്കെ ജിൻഡോ പ്രതിയായിട്ടുണ്ടാവാം, ഇതിനു മുന്നുള്ളതും. അപ്പൊ എന്തൊക്കെയാണെങ്കിലും ഈ ഒരു വീഡിയോ ബന്ധപ്പെട്ടുകൊണ്ട് എന്നോട് ഈ കാര്യം ചോദിച്ചിട്ടൊരു കാര്യവുമില്ല. ജിൻഡോ എന്നെ വിളിച്ചിട്ടില്ല. ഈ ഒരു കാര്യത്തെ ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ ജിൻഡോനോട് അങ്ങോട്ട് ചോദിച്ചിട്ടുമില്ല. ആദ്യം ഈ നമ്മുടെ സിജോ ചേട്ടനും സായി ചേട്ടനും ഒക്കെ ആയിട്ടുള്ള ആ ഒരു ഇഷ്യൂവിൽ ഞാൻ എന്താണ് പ്രശ്നമെന്ന് ചോദിച്ചിട്ട് ജസ്റ്റ് വാട്സപ്പിൽ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് എന്നെ ഓൺലൈനായിട്ട് പുള്ളിക്കാരൻ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നത്.
അതിന്റെ സത്യം ഞാൻ പിന്നെ അതിനെ ബന്ധപ്പെട്ടുകൊണ്ട് വീഡിയോസും കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം ഈ ഒരു കാര്യങ്ങളെല്ലാനും നമ്മുടെ സിജോയും സായിയൊക്കെ അവരുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്രത്യേകിച്ച് അതിന്റെ പേരിൽ ഞാൻ ഒരു വീഡിയോ ചെയ്യേണ്ട ആവശ്യം വന്നിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇതിപ്പോൾ എന്ത് കേസ് ഉണ്ടെങ്കിലും ജിൻഡോനെ ബന്ധപ്പെട്ട് എന്ത് വന്നാലും ആദ്യം ചോദ്യം വരുന്നതും ഞാനുള്ള ബിഗ് ബോസിന്റെ ഗ്രൂപ്പുകളിലെല്ലാനും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതും എൻ്റെ അടുത്ത് മാത്രമാണ്. അപ്പം അങ്ങനെ ചോദിച്ചിട്ട് ഒരു കാര്യവുമില്ല. എനിക്ക് ഇതിനെ ബന്ധപ്പെട്ട് വലിയ പിടുത്തമൊന്നുമില്ല എന്താണ് സംഭവം എന്നൊക്കെ. ഒരു ന്യൂസ് ഞാനും കേട്ടിട്ടുണ്ടായിരുന്നു. ഒരുപാട് ചാനലുകളിലും അതുപോലെ തന്നെ നമ്മളെപ്പോലുള്ള റിവ്യൂവേഴ്സ് ഒക്കെ എടുത്ത് റിവ്യൂ ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു മോഷണ കേസിൽ പ്രതിയായിട്ടുണ്ട്, അതിന്റെ വീഡിയോ അടക്കം പിടിച്ചു. അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയൊരു കോമഡി ആയത്. ഇനി പുള്ളിക്കാരനല്ല ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് വാദിക്കാൻ പറ്റില്ല. അത് എന്ത് മണ്ടത്തരമാണെന്ന് അറിയില്ല. കാരണം ആ ഒരു ജിമ്മിൽ ക്യാമറയൊക്കെ ഉള്ള ആരും ജിൻഡോനെ അറിയാം. എന്നിട്ട് രാത്രി 1 മണിക്കൊക്കെ പോയിട്ട് ഈ പറയുന്ന ക്യാമറയൊക്കെ ഉള്ള ജിമ്മ് കുത്തി തുറന്നാണോ കയറിയെന്ന് അറിയാൻ പാടില്ല. ഒരു കള്ളനെ പോലെയൊക്കെ കയറി വരുന്നുണ്ട്. ആ കള്ളൻ തന്നെയാണല്ലോ, മോഷ്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ കള്ളൻ തന്നെയല്ലേ പേര് വരുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ കയറിയിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഡോക്യുമെന്റ്സും 10,000 രൂപയും എന്തോ ക്യാമറ ഫുട്ടേജ് ഒക്കെ എടുത്തിട്ട് പോകുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഓൾറെഡി ഒരു സ്ത്രീ ജിൻഡോനെതിരെ ഈ പറയുന്ന സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമം എന്നുള്ള രീതിയിൽ ഒരു പരാതി ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും ഡോക്യുമെന്റ്സോ അല്ലെങ്കിൽ എന്താണ് ചിലപ്പോൾ എന്താണെന്നറിയില്ല ഈ ഒരു സംഭവം. ഇതിനെ ബന്ധപ്പെട്ടുകൊണ്ട് ഞാനൊന്നും ചോദിക്കാനായിട്ട് പോയിട്ടില്ല, അന്വേഷിക്കാനും പോയിട്ടില്ല. കാരണം അതിനെ ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പിന്നീടും എന്താണ് ജിൻഡോനെ ബന്ധപ്പെട്ടുള്ള ഏതെങ്കിലും ഒരു ഇഷ്യൂവിൽ ഇടപെടണമെന്ന് തോന്നിയില്ല. എനിക്ക് വേണമെങ്കിൽ ഒന്നും കൂടി വിളിച്ച് ചോദിക്കാമായിരുന്നു ഒരു കാര്യം എന്താണെന്ന്. പക്ഷേ അതിനെ ബന്ധപ്പെട്ടുകൊണ്ട് സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല. എന്തൊക്കെയാണെങ്കിലും ഈ ഒരു കേസ് ബന്ധപ്പെട്ടുകൊണ്ട് ഇതിന്റെ എന്താണ് ബാക്കിലുള്ള പല പല കേസുകളും ജിൻഡോ തന്നെ ചെയ്തതായിട്ട് തന്നെയാണ് ഇനി എല്ലാവരും എടുക്കാൻ പോകുന്നത്. അങ്ങനെയൊക്കെ തന്നെയാണെന്നാണ് എല്ലാവരും പറയുന്നത്. എന്തൊക്കെയാണെങ്കിലും ഈ ജിൻഡോയുടെ മോഷണ കേസ് അതൊരു സത്യം തന്നെയാണ്. ക്യാമറ ഫുട്ടേജ് അടക്കം വന്നതുകൊണ്ട് നമുക്ക് ഇതിനകത്ത് വേറൊന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. ജിൻഡോനെ പോലീസ് ഇതുവരെ അറസ്റ്റ് ചെയ്തതായിട്ട് ഞാൻ അറിഞ്ഞിട്ടില്ല. അറസ്റ്റ് ചെയ്തു ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല വീഡിയോസും കണ്ടു. അപ്പൊ എന്തൊക്കെയാണെങ്കിലും നമുക്ക് നോക്കാം ബാക്കി എന്താണ് സംഭവിക്കാൻ പോകുന്നത്. ജിൻഡോ എന്നെ വിളിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ബിഗ് ബോസിന്റെ ഗ്രൂപ്പുകളിലായാലും ഇത് എനിക്ക് ഷെയർ ചെയ്തെന്ന് ചോദിക്കുന്നവരായാലും എന്നോട് ചോദിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. ഞാൻ അറിഞ്ഞോ അറിയാതെയോ ഇടപെട്ടൊരു കേസാണ് ആദ്യത്തെ മറ്റേ ഇവര് 3 പേരും തമ്മിലുള്ള ആ ഒരു കേസ്. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. ബിഗ് ബോസ് മലയാളം സീസൺ 7 റിവ്യൂവും കാര്യങ്ങളൊക്കെ കിടക്കുന്നു. എനിക്ക് ഓൾറെഡി കുറച്ച് ബിസി ആയിരുന്നുകൊണ്ട് അതൊന്നും ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. ഇന്ന് നമുക്ക് ബിഗ് ബോസിന്റെ റിവ്യൂ ഒക്കെ ആയിട്ട് ഇനി മുന്നോട്ട് പോകാം. ഈ ഒരു വിഷയത്തെ ബന്ധപ്പെട്ടുകൊണ്ട് ആദ്യത്തെയും അവസാനത്തെയും വീഡിയോ ആണിത്. എന്തൊക്കെയാണെങ്കിലും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യുക. താങ്ക്